ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വസ്തുക്കൾ സുഖത്തിനായി ആശ്രയിക്കുമ്പോൾ, അത് വാരിക്കൂട്ടുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണ്. അധ്വാനിച്ച് ക്ലേശിച്ച് നേടുമ്പോൾ ദുഃഖമാണ്. നേടിക്കഴിഞ്ഞവ കാത്തു സൂക്ഷിക്കുക, അതതിലേറെ വിഷമമാണ്. എന്നാൽ കാത്തു സൂക്ഷിച്ചവ നഷ്ടപ്പെടുമ്പോൾ അതിലും വിഷമമാണ്. ചുരുക്കി പറഞ്ഞാൽ, ആ ഭോഗവസ്തുക്കളെല്ലാം തന്നെ നമുക്ക് ദുഃഖപ്രദമായി ഭവിക്കും. ഇതെങ്ങനെയാ മനസ്സിലാക്കുക? ഈ ഭോഗങ്ങളെല്ലാം തന്നെ ദുഃഖമാണെന്ന് മനസ്സിലാവല് ഭോഗാതീതമായ സുഖത്തെ നമ്മൾ ആരായുമ്പോഴും അത് കണ്ടെത്തുമ്പോഴുമാണ്. പരമമായ സുഖം കണ്ടെത്തി കഴിയുമ്പോഴാണ് ഈ വസ്തുക്കളെയൊക്കെ, ഭോഗവസ്തുക്കളെയൊക്കെ നേടുന്നതും ദുഃഖമാണ്, നിലനിർത്തുന്നത് അതിലേറെ ദുഃഖമാണ്, നഷ്ടപ്പെട്ടാൽ അതിലും വലിയ ദുഃഖവുമാണ്. അതിനാൽ എന്താ നാം ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. കൈവിട്ടുപോയതിൽ ദുഃഖം, പിന്നെ കൈവന്നിടാത്തതിൽ ദുഃഖം. കൈവന്നതെങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്നോർക്കുമ്പോൾ ഭോഗങ്ങൾ ദുഃഖം. അല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. കൈവേട്ടുപോയതിൽ ദുഃഖം, നഷ്ടപ്പെട്ടു പോയതിൽ നമുക്ക് ദുഃഖം തന്നെയാണ്. അയ്യോ, അത് പോയല്ലോ. കൈ വന്നിടാത്തതിൽ ദുഃഖം, മറ്റേ വസ്തു എനിക്ക് കിട്ടാത്തതിൽ ദുഃഖം, കിട്ടിയത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം. കൈ വന്നതെങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്നോർക്കുമ്പോൾ, ഇനി കയ്യിൽ കിട്ടിയതോ ഇതെങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, ഇത് നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കും എന്ന് ഓർക്കുമ്പോൾ ഭോഗങ്ങൾ എല്ലാം തന്നെ ദുഃഖപ്രദമാണ്. അല്ലേ? എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നേടിയ എല്ലാ വസ്തുക്കളെയും നാം സമ്പാദിച്ചത് എത്ര വലിയ ദുഃഖം സഹിച്ചുകൊണ്ടാണ്. എന്നിട്ടും എന്താണ്? ആ ദുഃഖങ്ങളെല്ലാം സഹിച്ച് ഇത്രയും നേടി കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ രാവും പകലുമില്ലാതെ കഠിനമായ അധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർ ആ സമ്പത്ത് നേടുന്നത്. അതുപോലെ അതിമനോഹരമായ മറ്റുള്ളവരുടെ വീടിനെയെല്ലാം വെല്ലുന്ന ഒരു വീടുണ്ടാക്കണമെങ്കിൽ തന്നെ എത്രയെത്ര ക്ലേശങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ ഈ ലോകത്തിലെ വസ്തുക്കളെ ആശ്രയിച്ചുള്ള ദുഃഖം മഹത്താണ്, വളരെ വലുതാണ്. ആ വസ്തുക്കളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ദുഃഖം തന്നെ. എന്നാൽ കയ്യിൽ കിട്ടുമ്പോൾ അല്പമായ ഒരു സുഖം ലഭിക്കുന്നു. അത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. നഷ്ടപ്പെട്ടാൽ തീരാവ്യഥയുമാകുന്നു. ഇതല്ലേ ഓരോ വസ്തുവിൻ്റെയും സുഖം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് ആ പരമാത്മാവിലേക്ക് ഒന്ന് തിരിച്ചു വിട്ട് നോക്കൂ. അപ്പോഴുള്ള സുരക്ഷയും പരമാനന്ദവും എത്ര മഹത്തരമാണ് എന്ന് അനുഭവതലത്തിൽ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ അനുഭവസ്ഥരായ ആളുകൾ അവരുടെ സ്വാനുഭവത്തെ നമുക്ക് വെളിവാക്കി തരുമ്പോൾ ആ വഴിക്ക് അവർ പറയുന്നത് പോലെ നമ്മളും ഒന്ന് സഞ്ചരിച്ചാൽ നമുക്കും അപ്പറഞ്ഞത് അനുഭവവേദ്യമാകും. അതിനാൽ കൈവിട്ടുപോയതിൽ ദുഃഖം, പിന്നെ കൈവന്നിടാത്തതിൽ ദുഃഖം. കൈവന്നതെങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്നോർക്കുമ്പോൾ ഭോഗങ്ങൾ ദുഃഖം.